ഇന്നത്തെ യാത്ര ആലപ്പുഴ കളവൂരിലേക്കാണ്. എൻ്റെ യാത്ര ട്രെയിനിലായിരുന്നു. തൃശ്ശൂരിൽ നിന്നും ആലപ്പുഴയ്ക്കുള്ള മെമു ട്രെയിനിലാണ് എൻ്റെ യാത്ര. ഇത് ഷൊർണൂരിൽ നിന്ന് വരുന്ന മെമു ആണ്. എറണാകുളം വരെയാണ് അത് ബോർഡ് വെച്ച് വരുന്നത്. എറണാകുളത്ത് നിന്നും ഒരു അരമണിക്കൂറിന് ശേഷം അത് എറണാകുളം ആലപ്പുഴ മെമു ആയിട്ട് ഓടും. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ മേൽക്കൂരയുടെ നിർമ്മാണം നടന്നു വരികയാണ്. റെനോവേഷനാണെന്ന് തോന്നുന്നു. പഴയ മേൽക്കൂരകളെല്ലാം മാറ്റി പുതിയവ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ്. മാത്രമല്ല ലിഫ്റ്റ് സൗകര്യം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ, പുതിയ പുതിയ അപ്ഡേഷൻ എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. മൊബൈലിനെ പോലെ തന്നെ ബസ് സ്റ്റാൻഡായാലും ബോട്ട് ജെട്ടിയായാലും എല്ലാം പുതുമയ്ക്ക് വഴിയൊരുക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണ്. മെമുവിൽ നിന്ന് ഞാൻ ഇറങ്ങി പുതിയതായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ലിഫ്റ്റിലേക്കാണ് എൻ്റെ അടുത്ത നീക്കം. ആലപ്പുഴയിൽ നിന്ന് ധാരാളം ട്രെയിൻ സർവീസുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും നടത്തപ്പെടുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു വികസനമൊന്നും കാണാനില്ല എന്ന് പറയാം. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തന്നെ ഒരു ചെറിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട്. അവിടെ നിന്ന് നമുക്ക് കലൂർക്കുള്ള ബസ് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് KSRTC ബസ് ജംഗ്ഷനിലേക്ക് പോകാൻ സാധിക്കും. അവിടെ നിന്ന് KSRTC ബസ്സിൽ ചേർത്തലയ്ക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കൃപാസനം ദേവാലയത്തിൻ്റെ മുമ്പിൽ ഇറങ്ങാൻ സാധിക്കും. ഞാൻ പറയാൻ വിട്ടുപോയി, എൻ്റെ യാത്ര കൃപാസനം ദേവാലയത്തിലേക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ യാത്രകൾ ഈ ദേവാലയത്തിലേക്ക് പോകാറുണ്ട്. ഇപ്പോൾ ഞാൻ കൃപാസനം ദേവാലയത്തിന് മുൻപിൽ എത്തിയിരിക്കുകയാണ്. മാതാവിൻ്റെ ഒരു തിരുശില്പം കാണാം. ഏറ്റവും മുകളിൽ യേശുനാഥൻ കൈകൾ വിരിച്ച് ലോകത്തെ അനുഗ്രഹിക്കുന്ന ഒരു വലിയ പ്രതിമ അവിടെ കാണാൻ സാധിക്കും. അനേകം അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു ദേവാലയമാണ് കൃപാസനം ദേവാലയം. നാം ഇപ്പോൾ നിൽക്കുന്നത് കൃപാസനം ഓഡിറ്റോറിയം എന്ന ഹാളിലാണ്. കൃപാസന നേർച്ച വസ്തുക്കളായ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ, കാശുരൂപം, ജപമാല, തേൻ, ഉപ്പ് തുടങ്ങിയവയെല്ലാം ഇവിടെ നിന്നും വ്യഞ്ചിച്ച് വാങ്ങാൻ സാധിക്കും. 2-3 കൗണ്ടറുകൾ ഉള്ളതിനാൽ തിരക്കൊന്നും കൂടാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങി പോകുവാൻ സാധിക്കും. ഈ ദേവാലയത്തിൻ്റെ പുറത്ത് ഇത്തരം ജപമാല, കാശുരൂപം മുതലായവയെല്ലാം വിൽക്കുന്നുണ്ട്. പക്ഷെ അവയൊന്നും വ്യഞ്ചരിച്ചതല്ല. എന്നാൽ ഇവിടെയുള്ളതെല്ലാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വ്യഞ്ചരിച്ച് വെച്ചിട്ടുള്ള നേർച്ച വസ്തുക്കളാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകളും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. ഈ ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിൽ മാതാവിൻ്റെ ഒരു വലിയ തിരുശില്പം കാണാൻ സാധിക്കും. ധാരാളം ഭക്തജനങ്ങളാണ് ഈ തിരുശില്പത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചു പോകുന്നത്. മാത്രമല്ല ഇവിടെ നിന്ന് തന്നെയാണ് കൃപാസനം ഉടമ്പടി എന്ന ഒരു ആരാധനാക്രമം, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് ഇവിടെ അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളും ലഭിക്കുന്നത്. അത് ആദ്യമായിട്ട് ഉടമ്പടി എന്ന ഒരു പ്രാർത്ഥനാക്രമം കാണുന്നത് കൃപാസനം ധ്യാന കേന്ദ്രത്തിലാണ്. മറ്റു പല ധ്യാന കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് സാക്ഷ്യങ്ങൾ പറയുകയാണ് ഇവിടുത്തെ രീതി. അതിനാൽ ഉടമ്പടി എന്ന ഒരു പ്രക്രിയ ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ ഈ മാതാവിൻ്റെ മുമ്പിൽ നിന്നാണ് പ്രദക്ഷിണമായിട്ട് മാതാവിൻ്റെ തിരുശില്പം വെച്ചുകൊണ്ടുള്ള ഒരു പ്രദക്ഷിണം ഉടമ്പടി പേടകം സ്ഥിതി ചെയ്യുന്ന മെയിൻ ഹാളിലേക്ക് പോകുക. ഉടമ്പടി എടുക്കുന്നതിന് മുൻപായിട്ട് ഉടമ്പടി ക്ലാസ് കൂടേണ്ടതുണ്ട്.
അതിന് മുൻപായിട്ട് അതിനുള്ള ഒരു ടോക്കൺ ലഭിക്കുന്ന കൗണ്ടറുകളിൽ നിന്നും വാങ്ങാൻ സാധിക്കും. ഓരോ കൗണ്ടറിനും ഓരോ നമ്പർ എഴുതി വച്ചിട്ടുണ്ട്. ആദ്യമായി ഉടമ്പടി എടുക്കുന്നവർക്ക് 2ാം നമ്പർ കൗണ്ടറിൽ നിന്നാണ് ടോക്കൺ ലഭിക്കുക. ആ ടോക്കൺ എടുത്തതിന് ശേഷം ആ കെട്ടിടത്തിൻ്റെ 2ാം നിലയിൽ ഒരു ഉടമ്പടി ക്ലാസ് നടത്തപ്പെടുന്നുണ്ട്. അതിൽ സംബന്ധിക്കണം. ദിവസത്തിൽ 3 തവണയാണ് ഉടമ്പടി ക്ലാസ്സുകൾ നടത്തപ്പെടുക. അപ്പോൾ അതിനനുസരിച്ച് സമയം ക്രമീകരിച്ചു വേണം നമ്മൾ ഇവിടെ വരുവാനും ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ അതിനായിട്ട് ഒരുങ്ങേണ്ടതും. അതിനുശേഷം ഉടമ്പടി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം താഴെ 5, 6 നമ്പർ കൗണ്ടുകളിൽ നിന്നും ഉടമ്പടി നേർച്ചതിരികൾ വാങ്ങാൻ സാധിക്കും. അതിന് ശേഷമാണ് മെയിൻ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നതും അവിടെ മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഭക്തി ഗാനം ആലപിച്ചുകൊണ്ട് അവിടെ നിന്നും കൃപാസനം അമ്മ മാതാവിൻ്റെ ചെറിയ രൂപം, മുത്തുകുട, മണി, വിളക്ക്, കുട എന്നിവയുടെ സഹായത്തോടെ പ്രദക്ഷിണമായിട്ട് 1ാം നമ്പർ ഹാളിലേക്ക് പോകുന്നത്. അവിടെയാണ് കൃപാസനം അമ്മ മാതാവിൻ്റെ വലിയ ഒരു തിരുസ്വരൂപം കാണാൻ സാധിക്കും. അതിനടുത്ത് തന്നെയായിട്ട് ഉടമ്പടി പേടകവും കാണാൻ സാധിക്കും. ഉടമ്പടി എടുക്കുമ്പോൾ 6 നിയോഗങ്ങളാണ് നാം എഴുതേണ്ടത്. നമുക്ക് അത്യാവശ്യമുള്ള 6 നിയോഗങ്ങൾ ക്രമപ്രകാരം എഴുതി അത് ഉടമ്പടി പേടകത്തിൽ നിക്ഷേപിച്ചു പോവുകയാണ് പതിവ്. ഉടമ്പടി പേടകത്തിൽ നിക്ഷേപിക്കും മുമ്പ് ഈ പ്രദക്ഷിണം അവിടെയാണ് അവസാനിക്കുക. അവിടെ വെച്ചാണ് ഉടമ്പടി കാശുരൂപവും തൈലം ലഭിക്കുക. ആ ഉടമ്പടി തൈലം ലഭിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഉള്ള 7 നിലവിളക്കിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു തിരി തെളിയിച്ച് ഉടമ്പടി പ്രതിജ്ഞയും പ്രത്യക്ഷീണ പ്രാർത്ഥനയും ചൊല്ലി മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള ഉടമ്പടി പേടത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോകുന്നു. ഒരു ഉടമ്പടിയുടെ കാലയളവ് 90 ദിവസമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ചായ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ വീണ്ടും ഉടമ്പടി പുതുക്കേണ്ടതുണ്ട്. ഉടമ്പടി പുതുക്കുന്നവർ 3ാം നമ്പർ കൗണ്ടിൽ നിന്ന് അവർ ടോക്കൺ എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ആ കെട്ടിടത്തിൻ്റെ 1ാം നിലയിൽ അവർക്കൊരു ഉടമ്പടി ക്ലാസ് ഉണ്ട്. അതിനുശേഷം അവർ 7, 8 നമ്പർ കൗണ്ടുകളിൽ വന്നു കഴിഞ്ഞാൽ ഉടമ്പടി തിരി ലഭിക്കും. ഉടമ്പടി തിരി പച്ചയും നീലയും നിറമുള്ള ഉടമ്പടി തിരി ലഭിക്കും. അതിനുശേഷം അവർ ദിവ്യാരാധന ചാപ്പലിനടുത്തെത്തിയാൽ അവിടെ ഉടമ്പടി തൈലം ലഭിക്കും. ആ ഉടമ്പടി തൈലം അടുത്തുള്ള നിലവിളക്കിൽ ഒഴിച്ച് തിരി തെളിയിച്ചതിന് ശേഷം ദിവ്യാരാധന ചാപ്പലിലാണ് ഉടമ്പടി പത്രിക നിക്ഷേപിക്കുന്നത്. അതിനു മുൻപായിട്ട് ഉടമ്പടി പ്രതിജ്ഞയും പ്രദക്ഷിണ പ്രാർത്ഥനയും ചൊല്ലി ഉടമ്പടി പത്രിക അവിടെ നിക്ഷേപിച്ച് പോവുക. അതാണ് അതിൻ്റെ ഒരു ക്രമം. 2004 ഡിസംബർ 7-ാം തീയതി ഈ ദേവാലയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ജോസഫച്ചന് മാതാവ് പ്രത്യക്ഷപ്പെടുകയും അതേ തുടർന്ന് നാളിതുവരെയും ഈ ദേവാലയത്തിൽ നടന്നിട്ടുള്ള അനേകം സാക്ഷ്യങ്ങളിൽ പലതും നമുക്ക് ദൈവിക വിശ്വാസം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള അത്ഭുതകരമായ സാക്ഷ്യങ്ങളാണ്. ഈ സാക്ഷ്യങ്ങൾ പറയാനുള്ള സൗകര്യം ഇവിടെ മെയിൻ ഹാളിലുണ്ട്. അവിടെയാണ് കൃപാസനം ഡയറക്ടർ ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് ലഭിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ പറയുന്നതും അവിടെയാണ്. സുവിശേഷ പ്രഘോഷണം നടത്തുന്നതും അവിടെ തന്നെയാണ്. ഞാനിപ്പോൾ ദിവ്യാരാധന ചാപ്പലിൻ്റെ അടുത്തേക്ക് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വലത്ത് ഭാഗത്തായിട്ടാണ് കൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം കാണുക. നാം ഇപ്പോൾ കാണുന്നതാണ് കൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം. അവിടെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ അതിനനുസരിച്ച കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. 2ാം നമ്പർ കൗണ്ടറിലാണ്
ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുക. 3-ാം നമ്പർ കൗണ്ടിൽ ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ടോക്കൺ. 5-ഉം 6-ഉം കൗണ്ടുകളിൽ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള തിരി ലഭിക്കുന്ന സ്ഥലമാണ്. 7-ഉം 8-ഉം കൗണ്ടുകളിൽ ഉടമ്പടി പുതുക്കിയവർക്കുള്ള തിരി ലഭിക്കുന്ന സ്ഥലമാണ്. 11-ാം നമ്പർ എഴുതിയിട്ടുള്ളതാണ് ഉടമ്പടി ഓഡിറ്റോറിയം എന്ന് പറയുന്നത്. 12 എന്ന നമ്പർ ഇട്ടിട്ടുള്ളതാണ് നേർച്ച വസ്തുക്കൾ ലഭിക്കുന്ന കൗണ്ടറുകൾ സ്ഥിതി ചെയ്യുന്നത്. 13-ാം നമ്പർ കൗണ്ടർ മെയിൻ കൗണ്ടറായ 1-ാം നമ്പർ ഹാളിൻ്റെ മുൻഭാഗത്തായിട്ട് കാണുന്ന ഒരു ചെറിയ സ്പേസാണ് 13-ാം നമ്പർ എന്ന് ഇട്ടിട്ടുള്ളത്. അവിടെയും ഒരു മാതാവിൻ്റെ തിരുസ്വരൂപം വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും കൃപാസനം പ്രദക്ഷിണം ആരംഭിക്കുന്നുണ്ട്. നാം ഇപ്പോൾ കാണുന്നത് കൃപാസനം ഉടമ്പടി പാടത്തിന് അടുത്തേക്കുള്ള ഉടമ്പടി പ്രദക്ഷിണമാണ്. മാതാവിനെ കൈകളിൽ വഹിച്ച് ധൂപക്കുറ്റി, മണി, വിളക്ക്, കുട എന്നിവയുടെ സഹായത്തോടെ മാതാവിൻ്റെ പ്രദക്ഷിണം വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ദിവ്യ ആരാധന ചാപ്പൽ. ഈ ചാപ്പലിനുള്ളിലാണ് കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർ ഉടമ്പടി സമർപ്പിക്കുന്നത്. ഇപ്പോൾ നാം അവിടെ കാണുന്നു ഉടമ്പടി പുതുക്കുന്നവർ ഉടമ്പടി പുതുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനയിലാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അനേകം സാക്ഷ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നാം കാണുന്നത് ഉടമ്പടി പേടകത്തിനടുത്തേക്കുള്ള പ്രദക്ഷിണങ്ങൾ വന്നു നിൽക്കുന്നതാണ്. ഓരോ ചെറിയ സംഘങ്ങളായിട്ടാണ് ഇങ്ങനെ ഉടമ്പടി പേടകത്തിനടുത്തേക്ക് പ്രദക്ഷിണങ്ങൾ വരുന്നത്. 10-15 പേരടങ്ങുന്ന സംഘങ്ങൾ അങ്ങനെ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ പ്രദക്ഷിണങ്ങൾ ചെറിയ ഗ്രൂപ്പുകളായിട്ട് വന്നുകൊണ്ടിരിക്കും. അത് തീരുന്ന മുറയ്ക്ക് അടുത്ത ഗ്രൂപ്പ് കയറും. ഈ പ്രക്രിയ കാലത്ത് മുതൽ ഉച്ചതിരിയുന്ന വരെ നടക്കും. അവസാനത്തെ ക്ലാസ് ഉടമ്പടി ക്ലാസ് നടക്കുന്നത് 2 മണിക്കാണ്. അതിനുശേഷം ഉടമ്പടി ക്ലാസ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ 3 തവണയായിട്ടാണ് ഉടമ്പടി ക്ലാസ്സുകൾ നടക്കുക. അപ്പോൾ ആ സമയം കണക്കാക്കി വേണം ഇവിടെ വരുവാനും ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനുമായിട്ട്. എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനുള്ള സൗകര്യമുണ്ട്. കേരളത്തിന് വെളിയിൽ നിന്ന് വരുന്നവർക്ക്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക ഒരു പരിഗണനയൊക്കെ അവിടെ നൽകുന്നത് കാണാം. നാം ഇപ്പോൾ കാണുന്നത് കൃപാസനം മാതാവിൻ്റെ ഒരു അത്ഭുത തിരുസ്വരൂപം. ഈ രൂപമാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ 2004 ഡിസംബർ 7-ാം തീയതി അദ്ദേഹം കാണപ്പെട്ടത്. അതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുള്ളത്. ഈ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും. ഇവിടുത്തെ പ്രാർത്ഥനയും ഈ മാതാവിൻ്റെ രൂപവും സഭയുടെ ഔദ്യോഗിക പരിഗണനയ്ക്കായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അതിന് വേണ്ട തെളിവുകളും കാര്യങ്ങളും സമർപ്പിച്ച് കാത്തിരിക്കുകയാണ്. ഈ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് അതിന് മുൻപിലായിട്ട് താഴെ വെഞ്ചരിച്ച മണ്ണ് ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് വെഞ്ചരിച്ച മണ്ണ് വീടുകളിലേക്ക് ഭക്തിയോടെ ഭക്തർ കൊണ്ടുപോകുന്നതും കാണാൻ സാധിക്കും. വീട് വിൽപ്പന, സ്ഥലക്കച്ചവടം തുടങ്ങിയ നടക്കാത്ത അവസ്ഥകളിൽ വിഷമിക്കുന്നവർക്ക് ഈ വെഞ്ചരിച്ച മണ്ണ് അവിടെ നിക്ഷേപിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുക വഴി അവർക്ക് സ്ഥല വിൽപ്പനയും വീട് വിൽപ്പനയും നടക്കുന്നതായിട്ട് സാക്ഷ്യങ്ങൾ ധാരാളം ഇവിടെ കേൾക്കാൻ സാധിക്കും. അതിൻ്റെ വെളിച്ചത്തിലാണ് ഭക്തജനങ്ങൾ ഈ വെഞ്ചരിച്ച മണ്ണ് കൊണ്ടുപോകുന്നത്. ഇതാണ് 2-ാം നമ്പർ കൗണ്ടർ പുതിയ ഉടമ്പടി എടുക്കുന്നത്. 18-നും 65 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഉടമ്പടി എടുക്കാൻ സാധിക്കുക. ഒരു കുടുംബത്തിൽ ഒരു ഉടമ്പടി മാത്രം എന്നും അവിടെ ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്.
ഈ കാണുന്ന വരി 3-ാം നമ്പർ കൗണ്ടറിലേക്കാണ്. അതിൻ്റെ കൗണ്ടർ സൈഡിലാണ്. അവിടെയാണ് ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള കൗണ്ടർ. നാം ഇപ്പോൾ ആ ഭാഗത്താണ് നിൽക്കുന്നത്. അതിന് തൊട്ടപ്പുറത്തായിട്ട് കൃപാസനം പത്രം ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ ഭാഗത്ത് മെയിൻ ഹാളിനും ഉടമ്പടി കൗണ്ടുകൾക്കും ഇടയിൽ ധാരാളം മരങ്ങൾ നട്ടു വളർത്തിയിട്ടുണ്ട്. അതിനാൽ നല്ല തണലാണ് ഈ ഭാഗത്ത്. മാത്രമല്ല, മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പ്രദേശത്ത് ഒരു ദൈവിക ചൈതന്യം തുളുമ്പി നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. എത്രയോ ഭക്തജനങ്ങളാണ് കേരളത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും ഈ ദേവാലയത്തിലേക്ക് ദിവസവും കടന്നു വരുന്നത്. ഞാനിപ്പോൾ ഈ കാണുന്നത് ഞാൻ വന്ന സമയത്തുള്ള ആൾക്കാരുടെ തിരക്കാണ്. ഇത് കാലത്ത് മുതൽ വൈകിട്ട് 5 മണി വരെ ഇതേപോലെ തിരക്കായിരിക്കും. ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഉടമ്പടി എടുത്തുകൊണ്ട് പോകുന്നതും കാണാം, പുതുക്കി പോകുന്നതും കാണാൻ സാധിക്കും. അല്ലാതെയും പ്രാർത്ഥിക്കാനായിട്ട് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വരുന്നു. ഇത് ആലപ്പുഴ കലവൂർ എന്ന പ്രദേശത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ തന്നെയാണ്. KSRTC ബസ്സുകൾ എല്ലാം ഈ ദേവാലയത്തിന് മുമ്പിൽ നിർത്തി കൊടുക്കുന്നതാണ്. വടക്ക് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ആലപ്പുഴയ്ക്ക് ടിക്കറ്റ് എടുത്താൽ ഈ ദേവാലയത്തിന് മുമ്പിൽ ഇറങ്ങാം. തെക്ക് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ചേർത്തലയ്ക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ദേവാലയത്തിന് മുമ്പിൽ ഇറങ്ങി പ്രാർത്ഥിക്കാനും ഉടമ്പടി എടുത്തു പോകാനും സാധിക്കും. നാം ഇപ്പോൾ കാണുന്നത് അച്ഛന്മാർ ഭക്തജനങ്ങളെ വെഞ്ചരിക്കുന്ന ഒരു ചെറിയ ഓഫീസാണ്. ധാരാളം ഭക്തജനങ്ങളാണ് അച്ഛന്മാരുടെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ നിൽക്കുന്നത്. അതിന് തൊട്ട് അടുത്തായിട്ട് കൃപാസനം ജോസഫ് അച്ഛൻ എഴുതിയിട്ടുള്ള അനേകം പുസ്തകങ്ങൾ അവിടെ ലഭിക്കും. ഞാനിപ്പോൾ ഇടനാഴിയിലൂടെ പുറത്തേക്ക് കടക്കുവാനുള്ള ശ്രമത്തിലാണ്. എൻ്റെ ഇന്നത്തെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുകയാണ്. നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് 11-ാം നമ്പർ കൗണ്ടർ എന്ന ഓഡിറ്റോറിയം. അതാണ് ഈ ദേവാലയത്തിൻ്റെ മുൻഭാഗം. മറ്റൊരു വീടുമായി വീണ്ടും വരുന്നതായിരിക്കും.